രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയുടെ വൈയക്തികമായ വികല്പങ്ങളോ അയാളുടെ ജീർണതകളോ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുക. പക്ഷേ അടിസ്ഥാന പ്രശ്നം സംസ്ഥാന സർക്കാരിനെതിരായി നുണകളുടെ നിർമ്മിതിയിൽ കടന്നാക്രമണം നടത്തിക്കൊണ്ടിരുന്ന UDF-ന് വ്യാജങ്ങൾ ഉൽപ്പാദിപ്പിച്ച് അതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കെതിരായും CPM-നെതിരായും ഇടതുപക്ഷ ജനാധിപത്യത്തിനെതിരായും ഒരു വികാര തരംഗങ്ങളുണ്ടാക്കി വെറുപ്പുൽപ്പാദിപ്പിച്ച് വന്നിരുന്ന പ്രതിപക്ഷത്തിന് ആ വെറുപ്പുൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയാണ് നഷ്ടപ്പെട്ടത്. രാഹുൽ മാങ്കൂട്ടം ചെയ്ത ചരിത്രപരമായ സംഭാവന UDF-ന് ഇടതുപക്ഷത്തിൻ്റെ മേലെ വെറുപ്പുൽപ്പാദിപ്പിക്കാനുള്ള ഒരവസരം നഷ്ടപ്പെടുത്തി. എങ്ങനെയാണ് LDF-ന് തുടർഭരണം നിഷേധിക്കപ്പെടുന്നത്? എല്ലാ കാലത്തും ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ മികവാർന്ന ഗവൺമെൻറ്റുകളായിരുന്നു. നയനാർ സർക്കാരുകളെടുത്താൽ, BS സർക്കാരെടുത്താൽ, 2 EMS സർക്കാരുകൾക്കും കാലാവധി പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത് ആ കാലഘട്ടത്തിലെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിലെ കോൺഗ്രസിൻ്റെ കരുത്തുകൊണ്ടാണ്. പക്ഷെ കോൺഗ്രസ് പിന്നെ ദുർബലമായതോടുകൂടി ഇടതുപക്ഷത്തിന് കേരളത്തിൽ അധികാരത്തിൽ വരുമ്പോൾ കാലാവധി തികയ്ക്കാനാകും എന്ന സാഹചര്യത്തിലേക്ക് വന്നു. പിന്നീടാണ് ഇപ്പോൾ BJP-യുടെ അധികാരാരോഹണം വരുന്നത്. BJP-യുടെ അധികാരാരോഹണം വരുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? പലതരത്തിൽ ഈ സർക്കാരിനെ ദുർബലപ്പെടുത്താൻ കേന്ദ്രത്തിൽ നിന്ന് കടന്നാക്രമണം ശക്തമാണ്. പക്ഷേ SR ബോംബെ കേസിന് ശേഷം സംസ്ഥാന സർക്കാരിനെ അങ്ങനെ തകർക്കാനാവാത്ത സാഹചര്യം വരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതുപക്ഷത്തെ ദുർബലപ്പെടുത്താൻ ഇടതുപക്ഷത്തോട് അനാവശ്യമായൊരു ഭയം, ഇടതുപക്ഷത്തെക്കുറിച്ച് അനാവശ്യമായ വെറുപ്പ്, വസ്തുതാവിരുദ്ധമായ ആഖ്യാനങ്ങളുടെ പിൻബലത്തിൽ ഒരു പ്രൊപ്പഗൻഡ സെറ്റ് ചെയ്യുക, ഇതായിരുന്നു പരിശ്രമിച്ചു വന്നിരുന്നത്. ആ കാലഘട്ടം അവസാനിച്ചിരിക്കുന്നു. പ്രൊപ്പഗൻഡ സെറ്റ് ചെയ്യാൻ ഇപ്പോൾ ഇടതുപക്ഷത്തിനെതിരായി സാധിക്കാത്ത സാഹചര്യം വന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, കോൺഗ്രസിലെ മഹാനേതാക്കളുടെ ഒരു തലമുറ അവസാനിക്കുകയാണ്. AK ആൻ്റണി റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മകൻ BJP-യിൽ വന്നതോടുകൂടി AK ആൻ്റണിയുടെ മാർക്സിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ പ്രകടശേഷി ഇല്ലാതായി, അത് നിർവീര്യമാക്കപ്പെട്ടു. ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി ഇപ്പം നമ്മളോടൊപ്പം ഇല്ല. പിന്നെ ആരാണ് കോൺഗ്രസ് നേതൃത്വം? ഈ നേതൃത്വം, ആ നേതൃത്വം എന്ന് പറയുന്നത് പരിണതപ്രജ്ഞരായ ഒരു നേതൃത്വത്തിൻ്റെ അഭാവം ഇന്ന് കോൺഗ്രസിനുണ്ട്. അതിൻ്റെ ഏറ്റവും ദുർബലനായൊരു KPC പ്രസിഡന്റ് വന്നിരിക്കുന്നു, സുധാകരനേക്കാൾ ദുർബലൻ. അപ്പോൾ എന്ത് വേണം? അദ്ദേഹം താല്പര്യങ്ങളുടെ തടവുകാരനാണ്. എങ്ങനെ താല്പര്യങ്ങളുടെ തടവുകാരനായി? ഷാഫി പറമ്പിലും ഇപ്പോൾ ഈ MLA-യും അടക്കമുള്ള ആളുകൾ ഉൾപ്പെടുന്ന ഒരു സംഘമുണ്ട്. അവരുടെ കയ്യിൽ പണമുണ്ട്. അവർക്ക് കൃത്യമായിട്ടും അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനമുണ്ട്. അതിൻ്റെ ഭാഗമായി അവരുടെ PR ടീം വർക്ക് ചെയ്യുന്നു, നവമാധ്യമ പ്രവർത്തകരുണ്ടാകുന്നു. എല്ലാ രംഗത്തും മാനിപ്പുലേഷനാണ്. ഈ മാനിപ്പുലേറ്റ് ചെയ്യുന്നവർക്കിടയിൽ കടുത്ത കലഹം നടക്കുകയാണ്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഒരു പൊസിഷൻ എടുത്തു. അപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ദുർബലപ്പെടുത്താനായിട്ടുള്ള നീക്കം അതിൻ്റെ അകത്ത് തന്നെ നടത്തുന്നു. അതാണ് കാണുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, അടൂർ പ്രകാശ് വെറുതെ പറയുന്നതാണോ? ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ പോറ്റി എൻ്റെ സ്വന്തം പോറ്റിയാണെന്ന് പറയുകയാണ്. അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ സംസാരിക്കുമ്പോൾ ഏത് കൊള്ളക്കാരനെ കുറിച്ചാണ് പറയണത്? അടൂർ പ്രകാശിൻ്റെ സ്വന്തം പോറ്റിയെക്കുറിച്ചാണ് അവർ പറയുന്നത്. മറുഭാഗത്ത് ദിലീപിന് നീതി കിട്ടി, അത് നാക്കുവഴിയല്ലല്ലോ. നമ്മൾ അതിജീവിതക്കൊപ്പമാണെന്ന് പറയുമ്പോഴും ആരാണ് നമ്മൾ, എന്താണ് നമ്മൾ? ഇനി സർക്കാർ എങ്ങനെ അപ്പീൽ കൊടുത്താൽ അടുത്ത സർക്കാർ ഞങ്ങൾ അധികാരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നത് ആ അപ്പീൽ പിൻവലിക്കാനായിരിക്കും. ഇതല്ലേ ആ പറഞ്ഞതിൻ്റെ അർത്ഥം? അതിജീവിതയ്ക്കൊപ്പം ഞങ്ങൾ നിൽക്കില്ല, ദിലീപിനെതിരായ അപ്പീൽ പിൻവലിക്കലായിരിക്കും ആദ്യ നടപടി എന്നല്ലേ ഇവരുടെ ആഖ്യാനം. ഇതല്ലേ അവരുടെ സ്ത്രീപക്ഷം. ഇന്നിപ്പോൾ ഉണ്ടായ കാര്യം എന്താണ്? കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരാളെ കുറിച്ചാണ് ഒരു പരാതി വന്നപ്പോൾ നേരെ അങ്ങോട്ട് നടപടിയെടുക്കുന്നത്, അത് അയച്ചു കൊടുക്കുന്നത്. അത് പിന്നെ എന്ത് സംഭവിച്ചാലും സണ്ണി ജോസഫിന് എന്താ കാര്യം? KPC പ്രസിഡന്റിന് എന്താ കാര്യം? ഒരു തികട്ടലാണ്. എന്താ തികട്ടൽ? ആ പരാതി എന്നെ കൊണ്ട് വേണ്ടാത്തത് ചെയ്യിച്ചു, നമ്പർ 1. 2, അത് നിയമപിൻബലമുണ്ട്, അതിജീവിതയ്ക്ക് നിയമപിൻബലം കിട്ടാൻ പാടില്ല. 3, അത് വെൽ ഡ്രാഫ്റ്റഡ് ആണ്. അതിലൂടെ കോൺഗ്രസ് കെണിയിലായി. സത്യത്തിൽ കെണിയിലായത് ആരാണ്? കോൺഗ്രസ് അല്ല, KPC പ്രസിഡന്റാണ്. എങ്ങനെ കെണിയിലായി? ഇത്തരം ആളുകളോട് ഏറ്റുമുട്ടാനുള്ള ആത്മഗൗരവം നഷ്ടപ്പെട്ട നേതൃബിംബങ്ങളായി ഇവർ മാറുന്നതോടുകൂടി ഈ പൊയ്ക്കാലിൽ നിൽക്കുന്ന നേതാക്കന്മാർക്ക്
കോൺഗ്രസിനെ രക്ഷിക്കാനാവില്ല. ശരി, ഇതാണ് തുറന്നു കാട്ടപ്പെടുന്നത്. റൈറ്റ്. ഇന്ന് അതിനേക്കാൾ കടുത്ത ഏറ്റുമുട്ടലായി. എന്താണ് പ്രതിപക്ഷ നേതാവും സണ്ണി ജോസഫും തമ്മിൽ ഏറ്റുമുട്ടുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് കോൺഗ്രസ് എത്രത്തോളം ദുർബലമായി എന്നാണ് ഇന്നത്തെ ദിവസം തെളിയിക്കുന്നത്.